കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ ബിജെപിയുടെ തദ്ദേശ ജനപ്രതിനിധികളുടെ സംഘം ഡൽഹിയിലെ പ്രശസ്തമായ ഗുരുദ്വാര രകബ്ഗഞ്ച് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഗുരുദ്വാര സന്ദർശനം. സംഘം ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ ബിജെപി പ്രതിനിധി സംഘം ഇന്ന് ഡൽഹിയിലെ പ്രശസ്തമായ ഒരു ഗുരുദ്വാര സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ബിജെപിയുടെ കേരളത്തിൽ നിന്നെത്തിയ ജനപ്രതിനിധികൾ ഡൽഹിയിലെ ഗുരുദ്വാര രകബ്ഗഞ്ച് സന്ദർശിച്ചത്. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഈ ഗുരുദ്വാരയിൽ അവർ ചെലവഴിച്ചു. സാധാരണ മലയാളികളൊക്കെ ഉത്തരേന്ത്യൻ സന്ദർശനത്തിനെത്തുമ്പോൾ അവർ ഈ ഗുരുദ്വാരകളൊക്കെ സന്ദർശിക്കാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ സന്ദർശനത്തിനൊരു ചെറിയ അല്പം പ്രത്യേകത ഉണ്ട്. കാരണം രാഷ്ട്രീയ നേതാക്കളൊക്കെ വളരെ വിരളമായി മാത്രമാണ് ഈ ഡൽഹി സന്ദർശനത്തിനിടയിൽ ഈ ഗുരുദ്വാരയിലെത്തുകയും അവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയുമൊക്കെ ചെയ്യുന്നത്. ഏതായാലും ബിജെപിയിലെ 100-ലധികം ജനപ്രതിനിധികളാണ് ഈ ഗുരുദ്വാര രകബ്ഗഞ്ചിലെത്തി 1 മണിക്കൂറോളം ചെലവഴിക്കുകയും ഇവിടുത്തെ ഈ ആചാരപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുകയുമൊക്കെ ചെയ്തത്. ഇത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത നിറഞ്ഞതാണ്. കാരണം കേരളത്തിലൊക്കെ ഗുരുദ്വാരകളൊക്കെ വളരെ കുറവാണ്. ഗുരുദ്വാരയിലെ തങ്ങളുടെ അനുഭവം ഒരു പുതുമ നിറഞ്ഞതാണ് എന്നാണ് കേരളത്തിൽ നിന്നെത്തിയ ബിജെപി നേതാക്കൾ പറയുന്നത്. ദില്ലിയിലെ പ്രശസ്തമായ ഗുരുദ്വാര രകബ്ഗഞ്ചിൽ നിന്നും ക്യാമറാമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.